INTUC സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരനെതിരെ പടയൊരുക്കം. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ ഉൾപ്പെട്ടതിന് പിന്നാലെയാണ് അധ്യക്ഷ പദവിയിൽ നിന്ന് പുറത്താക്കാൻ സംഘടനയ്ക്കുള്ളിൽ നീക്കം ശക്തമായത്. ചന്ദ്രശേഖരനെതിരെ ദേശീയ നേതൃത്വം നേരത്തെ തന്നെ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്ത് വിശദാംശങ്ങൾ നൽകും. പ്രശാന്ത്, ഈ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തുവാനാണോ മറു ഗ്രൂപ്പ് ഇപ്പോൾ ശ്രമിക്കുന്നത്? ഈ കശുവണ്ടി വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വിഷയം ആളിക്കത്തിച്ച് ചന്ദ്രശേഖരന് കഴിഞ്ഞ കുറേ നാളുകളായി INTUCയിലുള്ള ഒരു ആധിപത്യം അവസാനിപ്പിക്കാനുള്ള നീക്കമാണോ മറുഭാഗം ഈ സമയത്ത് നടത്തുന്നത്? ഗൗതം, INTUCയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാജിവെക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ഒരു വിഭാഗം ഇപ്പോൾ ചന്ദ്രശേഖരനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ പ്രതിഷേധം ശക്തമായിരുന്നു. പലതവണ പത്രസമ്മേളനങ്ങളടക്കം നടത്തിയതാണ്. ഇപ്പോൾ ചന്ദ്രശേഖരനെ പുറത്താക്കുക എന്നതൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇക്കൂട്ടർ നീക്കങ്ങൾ ആരംഭിച്ചതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതിൻ്റെ ശ്രമങ്ങൾ ഇപ്പോൾ തുടരുന്നു എന്നും അറിയാൻ കഴിയുന്നുണ്ട്. നേരത്തെ തന്നെ ചന്ദ്രശേഖരൻ നടപടിക്കെതിരെ ഈ ദേശീയ നേതൃത്വം രംഗത്തെത്തിയിരുന്നു, കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത്തരം എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിൽ പോലും ഈ പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ഈ INTUCയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് അസാധ്യമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ചന്ദ്രശേഖരൻ പുറത്തേക്ക് രാജിവെക്കുവാനോ അല്ലെങ്കിൽ ചന്ദ്രശേഖരൻ ഒരു നടപടി എടുക്കാനോ തയ്യാറാക്കാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ ഭാഗത്തും യാതൊരുവിധ സമീപനങ്ങളും ഉണ്ടായില്ല. ചന്ദ്രശേഖരനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. മുൻകാല ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ അഴിമതികളൊക്കെ ഉണ്ടായ കാലത്ത്, അത് CPM ഭരിക്കുന്ന കാലത്ത് പോലും ചന്ദ്രശേഖരനെതിരെ ഒരു ചെറുവിരൽ അനക്കുവാൻ അന്നത്തെ പിണറായി സർക്കാരിനും കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, ചന്ദ്രശേഖരനെ സഹായിക്കുന്നൊരു നിലപാടാണ് പലപ്പോഴും പിണറായി വിജയൻ സ്വീകരിച്ചത് എന്നതും ഇതിലൂടെ ചേർത്ത് പറയേണ്ടതാണ്. അതിനിടയിലാണ് വീണ്ടും ഈ വിഷയത്തിൽ കോടതിയടക്കം രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇതോടുകൂടിയാണ് ചന്ദ്രശേഖരൻ പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ INTUCയിൽ നിന്നും പുറത്തേക്ക് പോകണമെന്നൊരു ആവശ്യം ശക്തമായിട്ട് ഉയരുന്നത്. ഇത്തരത്തിൽ അഴിമതി നടത്തിയ ആൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്രമക്കേട് നടത്തിയ ആൾ പാർട്ടിയിൽ അല്ലെങ്കിൽ ഈ INTUCയിൽ നിൽക്കുന്നത് അത് ഭൂഷണമല്ല എന്നൊക്കെയാണ് ഒരു വിഭാഗം പറയുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ദേശീയ നേതൃത്വത്തെ, അത് INTUCയുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും അടക്കം ദേശീയ നേതൃത്വങ്ങളുമായി ഈ വിഷയത്തിൽ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരു വിഭാഗം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കടുത്ത എതിർപ്പ്, കടുത്ത ഭിന്നതകൾ ഇതുമായി ബന്ധപ്പെട്ട് രൂക്ഷമാകുന്ന സാഹചര്യമുണ്ട്. നേരത്തെയും ഈ ചന്ദ്രശേഖരൻ്റെ ഇടപാടുകളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു പത്രസമ്മേളനം ഈ കൂട്ടർ വിളിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ എതിർവിഭാഗം വിളിച്ചിരുന്നു. അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് തൃശ്ശൂരിൽ മറ്റൊരു പത്രസമ്മേളനം ചന്ദ്രശേഖരൻ വിളിച്ചിരുന്നു. എന്നാൽ ഇതിൽ ചന്ദ്രശേഖരൻ്റെ നിലപാടുകളൊക്കെ ന്യായീകരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നും കാണാൻ കഴിഞ്ഞത്. ഏതായാലും നിലവിൽ ശക്തമായ എതിർപ്പ് ഒരു ഭാഗത്തുണ്ടാകുന്ന ഒരു വിഭാഗം ശക്തമായി തന്നെ ചന്ദ്രശേഖരനെതിരെ രംഗത്ത് വരുന്നുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ അഴിമതി നടത്തിയ ആൾ ഇത്രയും കാലം ഈ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നു. മാത്രമല്ല, അതിൻ്റെ തണലിരുന്നുകൊണ്ട് വലിയ രീതിയിൽ ക്രമക്കേടുകളും അഴിമതിയും കാണിച്ച ഒരാൾ അത് വീണ്ടും തുടരുന്നത് ശരിയല്ല. അത് ഈ ഇതിനെ തന്നെ സംഘടനയെ തന്നെ നശിപ്പിക്കുന്ന നിലയിലേക്ക് എത്തും എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയർന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി വേണം. INTUCയിൽ നിന്നും ചന്ദ്രശേഖരൻ പുറത്തേക്ക് പോകണം, ഇല്ലെങ്കിൽ ചന്ദ്രശേഖരനെതിരെ നടപടി വേണം എന്നടക്കമുള്ള ആവശ്യങ്ങളുമായി മുന്നോട്ട് വന്ന് അത് ദേശീയ നേതൃത്വത്തെ അടക്കം ബോധിപ്പിക്കുവാനുള്ളൊരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഈ വിഭാഗം, എതിർചേരിയിൽ നിൽക്കുന്ന വിഭാഗം തയ്യാറെടുക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ പ്രശാന്ത്, വ്യക്തമാണ്. എന്തായാലും INTUCയുടെ അധ്യക്ഷൻ ചന്ദ്രശേഖരനെതിരെ ഇപ്പോൾ സംഘടനയിൽ തന്നെ പടയൊരുക്കമാണ്. കാരണം ഈ കശുവണ്ടി അഴിമതിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടും അധ്യക്ഷ പദവിയിൽ നിന്നും നീങ്ങാൻ ചന്ദ്രശേഖരൻ തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം സംഘടനയ്ക്ക് അകത്ത് തന്നെ ഉയരുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.